ദേവികയെ തളയ്ക്കാൻ കാർ തന്നെ വേണമെന്നില്ല. അവളെയും ആ തള്ളയും ഞാൻ തീരുമാനിച്ച രീതിയിൽ തന്നെ നേരിടും. അവരുടെ അവസാനം കണ്ടേ എനിക്ക് റെസ്റ്റ് ഉള്ളൂ. നിരന്തര പ്രശ്നങ്ങളുടെ കുത്തൊഴുക്കിലേക്കും ഇവരുടെ യാത്ര. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ സുഖമോദേവിയിൽ ഋഷി രണ്ടും കൽപ്പിച്ച് തീരുമാനം എടുക്കുകയാണ്. അവളെ അപകടപ്പെടുത്താൻ കാറൊന്നും വേണ്ട, അവളെയും അവളുടെ തള്ളനെയും അതായത് പ്രഭാവതിയും തീർക്കാൻ വേണ്ടി ഞാൻ കുറെ പ്ലാനൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെ നമ്മുടെ ത്യാഗരാജനെ വിളിച്ചിങ്ങനെ പറയുകയാണ്. അപ്പുറത്താണെങ്കിൽ നമ്മുടെ ദേവികയ്ക്ക് പുതിയൊരു ഡ്രൈവറായിട്ട് നമ്മുടെ മുരളി വരികയാണ്. അപ്പൊ മുരളി ആണെങ്കിൽ ദേവികയ്ക്ക് എല്ലാം കൊണ്ടും സേഫ് ആയിരിക്കും അല്ലെ. അപ്പൊ അപ്പുറത്ത് രജനിക്ക് ഇതൊന്നും പിടിക്കുന്നില്ല. രജനി ഗിരീഷ് മാഷിനോടും അമ്മയോടും പറയുന്നുണ്ട്, ഇനി ദേവികയ്ക്ക് ഞെളിഞ്ഞു പറയാലോ, അവളുടെ ചെലവിലാണ് ഭാർഗവി ആന്റിയുടെ കുടുംബം കഴിഞ്ഞു പോകുന്നതെന്ന്. അവളെ സമ്മതിക്കണം എന്നൊക്കെ പറഞ്ഞ് രജനി ഇപ്പോഴും ആ ഒരു ഇതിൽ നിന്ന് മാറിയിട്ടേ ഇല്ല കേട്ടോ. ബാക്കി എല്ലാവരും ദേവികയൊക്കെ പോണെങ്കിൽ കൂടിയും രജനി മാത്രം ഓപ്പോസിറ്റ് ആയിട്ട് ഇപ്പോഴും നിൽക്കുവാണ്. അപ്പുറത്ത് നമ്മുടെ ഗൗരി ആരെയോ വിളിച്ചിട്ട്, ഇനി എനിക്ക് എന്റെ ഭർത്താവിന് ആ ജോലി വേണ്ട, എന്റെ ഭർത്താവ് നാണം കെട്ട് അങ്ങനെ നിൽക്കുമെന്ന് നീ വിചാരിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി നമ്മുടെ ദേവികയുടെ ഡ്രൈവറായിട്ട് നിൽക്കുന്നതിലാണോ അല്ലെങ്കിൽ ഗൾഫില് ആ ഒരു ഗൗരിയുടെ ആങ്ങളനെ വിളിച്ച് പറഞ്ഞതാണോ എന്നറിയില്ല. മിക്കവാറും അങ്ങനെ തന്നെ ആയിരിക്കും. ഗൗരിക്ക് ദേവികയുടെ ഡ്രൈവറായിട്ട് നിൽക്കുന്നതിൽ ഇഷ്ടക്കേടൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല അല്ലെ. കാത്തിരിക്കാം കേട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.